ഗ്യാസ് വിലക്കയറ്റത്തിന് പിന്നാലെ ബുക്കിംഗ് നിയന്ത്രണവും. കുടുംബ ബഡ്ജറ്റിനും ഹോട്ടലുകൾക്കും തിരിച്ചടി. പാചകവാതക സിലിണ്ടർ വില വർധനയ്ക്ക് പിന്നാലെ സിലിണ്ടർ ബുക്കിംഗിലും പുതിയ നിയന്ത്രണങ്ങളുമായി എണ്ണ കമ്പനികൾ. ഇനി മുതൽ ഒരു സിലിണ്ടർ ലഭിച്ചു കഴിഞ്ഞാൽ അടുത്തത് ബുക്ക് ചെയ്യാൻ ചുരുങ്ങിയത് 21 ദിവസം കാത്തിരിക്കണം. പൂഴ്ത്തിവെപ്പും അനാവശ്യ ബുക്കിങ്ങുകളും ഒഴിവാക്കാനാണ് ഈ നടപടിയെന്ന് കമ്പനികൾ വിശദീകരിക്കുന്നുണ്ടെങ്കിലും ഗ്യാസ് വേഗത്തിൽ തീരുന്ന വലിയ കുടുംബങ്ങളെ ഈ തീരുമാനം പ്രതിസന്ധിയിലാക്കും. കഴിഞ്ഞ ദിവസമാണ് പാചകവാതക സിലിണ്ടറുകൾക്ക് 60 രൂപ വർദ്ധിച്ചത്. ഇതോടെ സിലിണ്ടർ ഒന്നിന് വില 922 രൂപയായി. വാണിജ്യ സിലിണ്ടറുകളുടെ വില 115 രൂപയാണ് വർദ്ധിച്ചത്. പാചകവാതക വില വർദ്ധിച്ചതിലും സിലിണ്ടർ ലഭ്യതയിൽ കുറവ് വരുന്നതും ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ളവയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ചെറിയ ഹോട്ടലുകൾക്ക് പോലും ഒരു ദിവസം 3 സിലിണ്ടറുകൾ വരെയെങ്കിലും ആവശ്യം വരും. വില വർദ്ധിച്ചതോടെ ഒരു മാസം 10,000 രൂപയിലധികം ചെലവ് വരും. ഇതിനൊപ്പം സ്വകാര്യ ഗ്യാസ് കമ്പനികൾ പലരും നൽകിയിരുന്ന സബ്സിഡിയും നിർത്തിയിട്ടുണ്ട്. 140 രൂപയോളം സബ്സിഡി ലഭിച്ചിരുന്നത് നിലയ്ക്കുന്നത് കൂടുതൽ സാമ്പത്തിക ബാധ്യതയ്ക്ക് ഇടയാക്കുമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു. നിലവിൽ ഗാർഹിക സിലിണ്ടറുകൾക്ക് 21 ദിവസത്തോളം കാത്തിരിക്കേണ്ടി വരുമെന്ന് സൂചന ലഭിച്ചിട്ടുണ്ട്. ഇത് വാണിജ്യ സിലിണ്ടറുകളിലേക്കും വ്യാപിച്ചാൽ ഹോട്ടലുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുന്ന നിലയിലേക്ക് എത്തിയേക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സിലിണ്ടർ വിതരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ വിവരം അനൌദ്യോഗികമായാണ് ഏജൻസികളെ എണ്ണ കമ്പനികൾ അറിയിച്ചിരിക്കുന്നത്. ഒറ്റ സിലിണ്ടറുകാർക്ക് 30 ദിവസത്തിനകവും 2 സിലിണ്ടറുകാർക്ക് 21 ദിവസത്തിനകവും പുതിയ സിലിണ്ടറുകൾ അനുവദിച്ചിരിക്കണമെന്നാണ് ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വാണിജ്യ സിലിണ്ടറുകൾ നൽകുന്നത് നിർത്തിവെക്കാൻ ചില എണ്ണ കമ്പനികൾ വീഡിയോ കോൺഫറൻസ് വഴി ആവശ്യപ്പെട്ടിരുന്നു. ഇതോടെ റീഫിൽ കേന്ദ്രങ്ങളിൽ നിന്ന് അവയുടെ വിതരണം പൂർണ്ണമായും നിർത്തിയതായാണ് സൂചന. അതേസമയം സിലിണ്ടർ ക്ഷാമമുണ്ടെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമാണെന്ന് എണ്ണ കമ്പനികൾ പറയുന്നത്.